എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ തടയാൻ കഴിയാതെ അമേരിക്ക ഇപ്പോൾ നഷ്ടങ്ങളുടെ പരകോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വില കൂടിയ വിമാനങ്ങൾ, റീപ്പർ ഡ്രോണുകൾ ഉൾപ്പെടെ നഷ്ടങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഉണ്ടാവുന്നത് കാരണം പൊതുവെ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അമേരിക്കയ്ക്ക് അത് വീണ്ടും കനത്ത ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. തന്നെയുമല്ല, അമേരിക്കയ്ക്ക് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന സകല ഇമേജും തകരുകയാണ്. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറയുന്നത് യുഎസിനെ ആശ്രയിക്കുന്ന യുഗം അവസാനിച്ചിരിക്കുന്നു എന്നാണ്. സ്വന്തം രാജ്യത്തെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ട്രംപിന് എങ്ങനെ ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാമോ എന്നാണ് അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ആവശ്യപ്പെടാതെയാണ് അമേരിക്ക ഇപ്പോൾ അവിടെ കിടക്കുന്നത് എന്ന് ഈ മന്ത്രിയുടെ പ്രസ്താവനയിലൂടെ ലോകം അറിയുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്ന സിറിയയിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഇന്നലെ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയതിനു ശേഷമാണ് മന്ത്രി ഇത് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ ഭാഗത്തേക്കും ഇപ്പോൾ ഇറാൻ യുദ്ധം വ്യാപിപ്പിക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാന്റെ ഇലാം പ്രവിശ്യയുടെ അതിർത്തി പ്രദേശത്തുള്ള കർബലയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് കുടിക്കാനായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കുടിവെള്ള ഫാക്ടറി, അതുപോലെ കുട്ടികളുടെ ക്യാൻസർ ആശുപത്രി, പിന്നെ മറ്റ് തീരദേശ പ്രദേശത്തുള്ള ജനവാസ കേന്ദ്രങ്ങൾ, ഇവിടേക്ക് അമേരിക്ക വലിയ തോതിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ കുട്ടികളെ കൊല്ലുന്ന അമേരിക്കൻ സൈന്യമെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ നാസർ 2 19-ാം നമ്പർ എന്ന് പേരിട്ടുകൊണ്ടാണ് സിറിയയിലെ അൻതഫ് മേഖലയിലെ അമേരിക്കൻ കമാൻഡ് സെന്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന വിമാനങ്ങളെയും റഡാർ സംവിധാനങ്ങളെയും മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇത് ശരിക്കും അമേരിക്കയെ ഞെട്ടിക്കുക തന്നെയാണ് ചെയ്തത്. അവർ ഒരിക്കലും ഈ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. സിറിയയെ അവർ യുദ്ധത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ അവിടേക്കും ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുകയാണ്. തന്നെയുമല്ല, മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രദേശങ്ങളും ഞങ്ങളുടെ ആക്രമണ പരിധിയിലാണെന്നുമാണ് ഈ ആക്രമണത്തിന് ശേഷം ഇറാൻ പ്രസ്താവന നടത്തിയത്. സിറിയയിൽ ഈ ആക്രമണം നടത്തുന്ന അതേ സമയത്ത് തന്നെ ബഹ്റൈനിൽ സ്ഥിരമായി നടത്തുന്ന ആക്രമണത്തിന്റെ തുടർച്ചയായിട്ട് ബഹ്റൈനിലെ അമേരിക്കൻ റഡാറും ജെറ്റ് ഇന്ധന പമ്പുകളുമെല്ലാം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ഇന്നലെ തകർത്തിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ ദേശസ്നേഹികളെ ഇറാൻ ഡ്രോണുകൾ ആക്രമിച്ചു എന്നാണ് IRGC ഇതിനെ പരിഹസിച്ച് പറഞ്ഞത്. ഇവർക്ക് അമേരിക്കയോട് വലിയ കൂറാണല്ലോ. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടേക്ക് നിരന്തരമായിട്ട് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹ്റൈനും കുവൈറ്റുമൊക്കെ ആക്രമണം സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. എന്നും ആക്രമണമാണ്. അമേരിക്കൻ സൈന്യം പൂർണ്ണമായും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് വരെ അവർക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് IRGC അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ US സൈന്യവും ഇറാനിൽ കനത്ത ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇറാനിലെ പാലങ്ങളും വൈദ്യുതി, ആശുപത്രി, കുടിവെള്ള സംവിധാനങ്ങളെല്ലാം അവർ ആക്രമിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിൽ ഇറാനിൽ 40-ലധികം ആളുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുണ്ട്. ഇറാനിൽ നടക്കുന്ന എല്ലാ മരണങ്ങളും പുറംലോകം അറിയുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലും ഇസ്രയേലും ഒന്നും നടക്കുന്ന ഒരു മരണങ്ങളും പുറത്താരും അറിയാറില്ല. അവരത് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വലിയ നാണക്കേടാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ച് അവർ ഈ ആക്രമണങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ലോകത്തിന്റെ സഹതാപം നേടാൻ വരെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇറാന്റെ യുദ്ധതന്ത്രമാണ്. 2ാം ലോകമഹായുദ്ധത്തിൽ പോലും കുടിവെള്ള സ്രോതസ്സുകളും അതുപോലെ തന്നെ ആശുപത്രികൾ, ജനവാസ കേന്ദ്രങ്ങൾ ഇവയൊക്കെ ആക്രമിക്കുന്നതിൽ നിന്നും എല്ലാ രാജ്യങ്ങളും മാറി നിന്നിരുന്നു. എന്നാൽ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതുവരെ ഇസ്രായേൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അമേരിക്ക കൂടി ഇത് ചെയ്യുമ്പോൾ മനുഷ്യാവകാശത്തിന് വേണ്ടി നിരന്തരം വായ്ത്താരി മുഴക്കുന്ന അമേരിക്ക അവരുടെ പൊള്ളത്തരങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. ഒരു രാജ്യത്തെ പാലങ്ങളും കുടിവെള്ള സ്രോതസ്സുകളും അതുപോലെ ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിക്കുന്നത് UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 2(4) നഗ്നമായ ലംഘനമാണെന്നും അത് UN ഇടപെട്ട് തടയണമെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനും സുരക്ഷാ കൗൺസിൽ പ്രസിഡന്റിനും ഇറാൻ കത്തയച്ചിരിക്കുന്നത്. അഥവാ അമേരിക്കക്കെതിരെ നടപടിയെടുക്കുന്നതിൽ UN പരാജയപ്പെട്ടാൽ ഇറാന്റെ പരമാധികാരം, സമഗ്രത, അതുപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷ, ദേശീയ താൽപര്യങ്ങൾ എന്നിവയൊക്കെ സംരക്ഷിക്കുന്നതിന് ഇറാൻ ഏതു തലത്തിലേക്കും നീങ്ങും എന്നാണ് ഇറാന്റെ അംബാസഡറായ അമീർ സയ്യിദ് ഇറവാനി പറയുന്നത്. ശത്രുക്കൾ ഇനിയും യുദ്ധം തുടരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇറാന്റെ കൈവശം ഇതുവരെ ഉപയോഗിക്കാത്ത വലിയ ആയുധശേഷികൾ ഇനിയുമുണ്ടെന്നും അത് മിഡിൽ ഈസ്റ്റ് മേഖലയെ മുഴുവൻ നശിപ്പിക്കാൻ കാരണമാവുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന്റെ മുന്നറിയിപ്പ് അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല എന്നോർക്കണം.
ഇറാനിയൻ തീരദേശ താവളങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാന മേഖലയായ ഹോർമുസിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അമേരിക്ക തെറ്റായി വിശ്വസിക്കുന്നുവെന്നും ഇറാന്റെ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രാമി നിയയും പറയുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് അതിന്റെ എല്ലാ പോയിന്റുകളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഹോർമസിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അമേരിക്ക വെറുതെ ഹോർമസിൽ പണവും സമയവും കളഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല, നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്നാണ് ഇദ്ദേഹം വാൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ ഈ അക്രമിയാനിയ ഉപദേശിക്കുന്നത് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന വിദേശ സുരക്ഷ അത് ഒരിക്കലും ശാശ്വതമല്ലെന്നും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തന്നെ സ്ഥിരതയും ശാന്തതയും സ്വയം തിരഞ്ഞെടുക്കുമ്പോഴാണ് യഥാർത്ഥമായ സുരക്ഷ കൈവരിക്കുന്നത് എന്നുമാണ്. ഇറാനെ സംബന്ധിച്ച് ഇനിയും വർഷങ്ങളോളം യുദ്ധം നിലനിർത്താൻ കഴിയുമെന്നും ഞങ്ങൾക്കതിനുള്ള പരിചയമുണ്ടെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ദുർബലമായ അമേരിക്കയ്ക്ക് ഒരു നീണ്ട യുദ്ധത്തിനുള്ള ശേഷിയില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നാണ് ട്രംപിനെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഈ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ കാരണം കപ്പൽ കമ്പനികൾ വലിയ ആശങ്കയിലാണുള്ളത്. നിലവിൽ ഹോർമുസിൽ US സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അതുവഴി പോകാനൊക്കെ US സൈന്യം നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഒരു കപ്പലുകളും ഭയന്നിട്ട് അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇപ്പോൾ ഈ ജലപാത ഉപേക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇരുപക്ഷവും ഇപ്പോൾ കനത്ത ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇറാന്റെ പ്രത്യാക്രമണം മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ പ്രദേശങ്ങളെയും ബാധിക്കുന്നത് കൊണ്ട് അതിനെ ഫലപ്രദമായി അമേരിക്കയ്ക്ക് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതുകൊണ്ട് തന്നെയാണ് ഇറാൻ യുദ്ധത്തിൽ മുന്നേറുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ അമേരിക്കയുടെ ഏറ്റവും ചെറിയ ദൗർബല്യം പോലും കൂടുതൽ ശ്രദ്ധിക്കപ്പെടും എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കണം. അത് ഇറാന്റെ വിജയമായിട്ട് തന്നെയാവും ലോകം കൊണ്ടാടുക. കാരണം അഹങ്കാരവും ശക്തിയും എല്ലാം സമ്മേളിച്ച ഒരു വലിയ രാജ്യത്തിന്റെ പതനം ഇന്ന് ലോകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഇറാന്റെ പക്ഷം ചേരുന്നത്. അതല്ലാതെ ഇറാൻ ഇവർക്കൊന്നും കൊടുത്തിട്ടൊന്നുമല്ല. കാരണം അമേരിക്ക അത്രയധികം ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ ആധിപത്യം നേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും അമേരിക്കയെ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയെ അംഗീകരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു രാജ്യം തയ്യാറാവുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്തിനൊപ്പം എല്ലാവരും നിൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് കനത്ത പരാജയത്തോടെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും മടങ്ങേണ്ടി വരും. അത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.